നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മേടം രാശിക്കാർ, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും കൂടിച്ചേർന്ന മേടം രാശിക്കാർക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം കേട്ടാൽ നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം ഉണ്ടാകില്ല. അതെന്താണെന്നാൽ ഇന്ന് രാത്രി കൃത്യം 12:10 മണിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാത പൂർണ്ണമായും മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ജാതകത്തിലുള്ള യോഗം മൂലവും ഇനി നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ മൂലവും നിങ്ങൾ എല്ലാവരും, അതായത് മേടം രാശിക്കാരുടെ എല്ലാവരുടെയും ജീവിതം ഒരേ ഞൊടിയിൽ തന്നെ മാറാൻ പോകുകയാണ്. അതായത് ഇനി വരുന്ന 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ മേടം രാശിക്കാരെ സംബന്ധിച്ച് ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഒരു വരമായി കരുതുക. ഇനി നിങ്ങൾക്ക് ഭാഗ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടതും. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ കണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഞെട്ടിപ്പോകുന്നതാണ്. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്യപൂർവമായ ഗ്രഹനിലകൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ വലിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും മറന്നു പോകരുത്. മേടം രാശിക്കാർക്ക് ഇനി വരുന്ന 72 മണിക്കൂറിനുള്ളിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. മാത്രമല്ല, ഇന്ന് രാത്രി 12:10 ശേഷം നിങ്ങളുടെ ജാതകത്തിലെ യോഗങ്ങൾ വഴി വലിയ ഭാഗ്യങ്ങൾ വന്നെത്തുന്നതുമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന രാജയോഗം, അമൃതസിദ്ധി യോഗം, മഹാതാണ്ഡവ യോഗം എന്നിവയുടെ അപൂർവ സംഗമം നിങ്ങളുടെ ജാതകത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതായത് 7 തലമുറകളായി നിലനിൽക്കുന്ന ദാരിദ്ര്യം, അപമാനം, കടബാധ്യതകൾ എന്നിവയിൽ നിന്ന് ഈ സമയത്തിനുള്ളിൽ മോചനം ലഭിക്കുന്നതാണ്. മാത്രമല്ല, സമ്പത്ത്, സ്വത്ത്, വാഹനം, പണം എന്നിവ കൈവരുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. ഇനി മുടങ്ങിപ്പോയ പണം, അതായത് കിട്ടാനുള്ള പണം തിരികെ നിങ്ങൾക്ക് ലഭിക്കുവാനും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങളോടൊപ്പം സുഹൃത്തായി നടന്ന് നിങ്ങളെ ചതിക്കുന്ന രഹസ്യ ശത്രുക്കളുടെ യഥാർത്ഥ മുഖം ഈ 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ മുൻകോപത്തെ ചൂഷണം ചെയ്ത് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുഖംമൂടികൾ ഈ മഹാതാണ്ഡവ സമയത്ത് അഴിഞ്ഞു വീഴുന്നതുമാണ്. ഇതുമാത്രമല്ല, നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകുന്നതാണ്. അതായത് മുടങ്ങിപ്പോയ കാര്യങ്ങൾ വേഗത്തിൽ പുനരാരംഭിക്കുന്നതാണ്. കോടതി കേസുകളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി ഹനുമാന്റെയും മഹാദേവന്റെയും അനുഗ്രഹത്താൽ നിങ്ങളെ ചുറ്റി ഒരു സുരക്ഷാ കവചം രൂപപ്പെടുന്നതാണ്. ഇത് നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതുമാണ്. ഇനി ഈ മാറ്റങ്ങളെല്ലാം തന്നെ ശരിയായി ലഭിക്കുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല, അതായത് ഈശാന കോൺ നല്ലതുപോലെ വൃത്തിയാക്കി അവിടെ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ഇനി ഈശാന കോണിൽ ദീപം തെളിയിക്കുവാൻ സാധിക്കാത്തവർ നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് അവിടെ ഒരു നെയ്ദീപമോ അല്ലെങ്കിൽ നല്ലെണ്ണ ദീപമോ കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇതുകൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ ഒരു ഭാഗം ദാനധർമ്മങ്ങൾക്കായി വിനിയോഗിക്കുന്നതും ഉത്തമമാണ്. ഇന്ന് രാത്രി 12:10 ശേഷം നിങ്ങളുടെ മനസ്സിന് ഒരു പ്രത്യേക ഉന്മേഷവും വികാസവും
അനുഭവപ്പെടുന്നത് ഈ മാറ്റങ്ങളുടെ തുടക്കമായി കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രാത്രി 12 മണിയോടുകൂടി നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ദീപം തെളിയിച്ച് മഹാമൃത്യുഞ്ജയ മന്ത്രമോ അല്ലെങ്കിൽ ശ്രീരാമ നാമമോ 11 തവണ ജപിക്കാവുന്നതാണ്. ഇനി മന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും നീക്കി എൻ്റെ കുടുംബത്തെയും ആരോഗ്യത്തെയും സംരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും മതിയാകും. ഇതുകൂടാതെ ഹനുമാൻ സ്വാമിയോട് നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനയും നടത്താവുന്നതാണ്. ഹേ സങ്കടമോചനനായ ഹനുമാൻ സ്വാമി, ശ്രീരാമൻ്റെ പാതയിലെ തടസ്സങ്ങൾ നീക്കിയതുപോലെ എൻ്റെ ജീവിതത്തിലെ ശത്രുക്കളുടെ ശക്തിയെ ഇല്ലാതാക്കണമേ. എനിക്ക് ദോഷം നിനയ്ക്കുന്നവർക്ക് അവരുടെ ചിന്തകൾ തന്നെ ഒരു പാഠമാകട്ടെ എന്നും പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം ഉൾവശത്ത് നിന്നുകൊണ്ട് കൈകൂപ്പി 3 തവണ ഇനി പറയുന്നത് പോലെ പറയുക: എൻ്റെ വീട്ടിലേക്ക് വരുന്നവർ നല്ല ഉദ്ദേശത്തോടെ മാത്രം വരണമെന്നും തിന്മയുമായി വരുന്നവരുടെ ഉദ്ദേശങ്ങൾ ഈ വാതുക്കൾ തന്നെ നശിക്കണമെന്നും നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിയെയോ അതല്ലെങ്കിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയോ അതല്ല നിങ്ങളുടെ ഇഷ്ടദൈവത്തെയോ കുടുംബദേവതയോ മനസ്സിൽ സങ്കല്പിച്ച് ഈ രീതിയിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് ഒരു മന്ത്രം പോലെ പ്രവർത്തിക്കുന്നതാണ്. ഇനി മേടം രാശിക്കാർ ഉച്ച സമയത്തുള്ള രാഹുകാലത്ത് സാമ്പത്തിക ഇടപാടുകളോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളോ എടുക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാൻ പൂജാമുറിയിലോ അതല്ല ഈശാന കോണിലോ തെളിയിച്ച ഒരു ദീപത്തിൽ നിങ്ങളുടെ കൈ 3 തവണ ഒന്ന് ചുറ്റിയതിന് ശേഷം ആ കൈ ഉപയോഗിച്ച് കണ്ണുകളിലും തലയിലും നെഞ്ചിലും തലോടുക. ഇനി പൂജാമുറിയിലാണ് ദീപം കൊളുത്തുന്നതെങ്കിൽ ആ ദീപം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ഈശാന കോണിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഭാഗത്ത് വയ്ക്കുക. ദീപത്തിന് മുകളിൽ 3 തവണ കൈ ചുറ്റി ആ ദീപത്തിൻ്റെ ഊർജം, പ്രകാശം ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ വർഷങ്ങളായി നിലനിൽക്കുന്ന ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് ഊർജങ്ങളും പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. ഇതുമാത്രമല്ല, എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് 1 തവണ ജയ് ശ്രീറാം ഹര ഹര മഹാദേവ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. ഇങ്ങനെ ചെയ്യുമ്പോഴും വീട്ടിലെ നെഗറ്റീവ് ചിന്തകളെ പുറന്തള്ളുവാൻ ഇത് സഹായിക്കുന്നതാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് വടക്ക് കിഴക്കേ മൂല വെറുമൊരു ദിശയല്ല, മറിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവീകമായ ഊർജം പ്രവേശിക്കുന്ന വാതിലാണ്. ഈ ഭാഗം വൃത്തിഹീനമായി കിടന്നാൽ, ഉദാഹരണത്തിന് പഴയ പാദരക്ഷകൾ, പൊട്ടിയ പാത്രങ്ങൾ, മറ്റു മാലിന്യങ്ങൾ എന്നിവയുണ്ടെങ്കിൽ സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഊർജം വീട്ടിലേക്ക് വരുന്നത് തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം വൃത്തിയാക്കുന്നതിലൂടെ സമ്പത്തിലേക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഈ ഒരു ഭാഗം വൃത്തിയാക്കി അവിടെ ശുദ്ധജലമോ ഗംഗാജലമോ തളിക്കുന്നത് വീട്ടിലെ അലസത, ദാരിദ്ര്യം, നെഗറ്റീവ് ഊർജം എന്നിവ ഇല്ലാതാകുവാൻ സഹായിക്കുന്നതുമാണ്. മാത്രമല്ല, ഈ ഒരു ഭാഗം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിലൂടെ വർഷങ്ങളായി നിങ്ങൾ പേറുന്ന മാനസികമായ വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെയുള്ള ഒരു ഫീൽ നിങ്ങൾക്കുണ്ടാകുന്നതുമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ഈശാനകോൺ വൃത്തിയായും ശുദ്ധമായും സൂക്ഷിക്കുന്നത് വീട്ടിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യം ഉണ്ടാകാനും ജീവിതത്തിൽ ഐശ്വര്യം വന്നെത്താനും അത്യാവശ്യമാണ്. ഇനി വരാൻ പോകുന്ന ഈ 72 മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റത്തിലൂടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുകയും സമൂഹത്തിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ്. ഇനി നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കാനും നിങ്ങളെ അഭിനന്ദിക്കുവാനും തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഈ പ്രാർത്ഥനകളും ഈ പറഞ്ഞ കർമ്മങ്ങളും പൂർണ്ണ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടി വേണം ചെയ്യുവാൻ. എങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ ജാതകത്തിലെ രാജയോഗത്തിൻ്റെയും മറ്റു ശുഭയോഗങ്ങളുടെയും ഫലം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഹനുമാൻ സ്വാമിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹത്തോടുകൂടി വരുന്ന 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ഭാഗ്യോദയമാണ് സംഭവിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും
ഹനുമാൻ സ്വാമിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.